CPM 2026 തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണിപ്പോൾ നടക്കുന്നത്. പക്ഷേ എത്ര കണ്ട് ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കേരളം മുഴുവൻ ഭരണവിരുദ്ധ വികാരം അലതല്ലി നിൽക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവായിട്ട് നമ്മൾ കാണുന്നത് നിലമ്പൂർ ഫലം വന്നപ്പോഴാണ്. ആ ഫലം വന്നു കഴിഞ്ഞപ്പോൾ CPMനകത്ത് തന്നെ അവർക്ക് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് പോലും അടക്കം പറച്ചിലുണ്ട്. ഭരണം മൂന്നാമത് കിട്ടില്ല, കിട്ടാത്തതിൻ്റെ കാരണക്കാർ ആരെല്ലാമാണെന്നും കാരണങ്ങൾ എന്താണെന്നും കൃത്യമായി നിരത്തുന്നുണ്ട്. ഈ അവസരത്തിലാണ് CPM ഇതാ മറ്റൊരു തന്ത്രം പരീക്ഷിക്കാൻ പോവുകയാണ്. അതായത് LDFനകത്തുള്ള ഘടകകക്ഷികൾ നിരവധിയാണ്. LDFിലായാലും UDFിലായാലും NDAയിലും ഒക്കെ തന്നെ ഘടകകക്ഷികളുണ്ട്. ഘടകകക്ഷികളെയും എല്ലാം തന്നെ അതിൻ്റേതായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് ഒരു ജനാധിപത്യ മര്യാദ. പക്ഷേ ആ ജനാധിപത്യ മര്യാദയെ മുഴുവൻ തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് CPM ഇപ്പോൾ LDFിൽ ഒരു ഭരണം നടത്തുന്നത്. അതായത് LDFിലെ പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത് ആദ്യത്തെ CPI ആണ്. CPI പൊതുവെ CPMൻ്റെ നിഴൽ പറ്റി നിൽക്കുകയാണ്. അവർ പറയുന്നതെല്ലാം ഏറാൻ മൂളികളായിട്ട് അംഗീകരിച്ച് നിൽക്കുകയാണ്. തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തവരായി CPI കഴിയുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രസ്താവന എതിരായിട്ടൊക്കെ ഇറക്കിയാലും പിണറായി വിജയനെ കാണുമ്പോൾ അതെല്ലാം മറന്നുപോകും. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുതന്നെയാണ് CPIയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. CPIയുടെ സീറ്റുകൾ അങ്ങനെ വലുതായിട്ടൊന്നും പിടിച്ചടക്കുന്നില്ല. പക്ഷേ എന്നാൽ ഒരു സീറ്റ് CPM നോട്ടമിട്ടിരിക്കുകയാണ്. അത് വടക്കൻ പറവൂറാണ്. എറണാകുളം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തിയാണ്. ആ വടക്കൻ പറവൂരിൽ നിന്നാണ് VD സതീശൻ വിജയിച്ചു വന്നിട്ടുള്ളത്. VD സതീശന് വലിയ മുന്നേറ്റമാണ് അവിടെ ഉള്ളത്. CPIയുടെ സീറ്റാണത്. CPIയുടെ പന്നിയൻ രവീന്ദ്രനും ഒരിക്കൽ അവിടെ മത്സരിച്ചതാണ്. VD സതീശനോട് പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും, കാരണം CPMന് വലിയ ഒരു വെല്ലുവിളിയാണ് VD സതീശൻ. VD സതീശനെ എങ്ങനെയെങ്കിലും വകയിരുത്തണം, നിയമസഭയിലേക്ക് അയക്കാതിരിക്കാനുള്ള സകല വഴികളും CPM നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ആ മണ്ഡലം അങ്ങ് എടുക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പകരം ഏതെങ്കിലും മണ്ഡലം കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം CPI ആയതുകൊണ്ട് അവിടെ ചവിട്ടി താഴ്ത്തി ഇരുത്തും. അപ്പോൾ CPIക്കും വലിയ എതിരഭിപ്രായമില്ല വടക്കൻ പറവൂർ അങ്ങ് എടുക്കുന്നതിൽ. കാരണം കാലങ്ങളായിട്ട് കോൺഗ്രസും VD സതീശനും ഒക്കെ ജയിക്കുകയാണ്. ഇപ്പോൾ അവിടെ ജയിക്കാൻ ഒരു വഴിയുമില്ലാതായി തീർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ്, CPIക്കാർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ CPMകാർ പ്രവർത്തനം ഉണ്ടാകത്തില്ല. അവരൊക്കെ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള CPMൻ്റെ മണ്ഡലങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിക്കാൻ ആളില്ല. CPMകാർ തൊട്ടടുത്തുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഒക്കെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ തൃശ്ശൂർ മണ്ഡലത്തില് സുനിൽകുമാർ മത്സരിച്ചപ്പോൾ അവിടെ പ്രവർത്തിക്കാൻ ആളില്ല. അവിടുത്തെ CPMകാരെല്ലാം വടകരയ്ക്ക് വണ്ടി കയറി എന്നുള്ളതാണ്. ശൈലജ ടീച്ചറെ ജയിപ്പിക്കാൻ നോക്കി നടന്നതാണ്. അപ്പോൾ ആ ഒരു സീറ്റ് അടുത്തത് വരുന്നത് LDFിലെ പ്രധാന ഘടകകക്ഷിയായ രണ്ടാമത്തെ ഘടകകക്ഷിയായ ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് ആണ്. ജോസ് കെ മാണി വിഭാഗത്തിന് തുടക്കത്തിൽ 2021 LDFിലേക്ക് വരുമ്പോൾ 13 സീറ്റ് പറഞ്ഞിരുന്നു. പക്ഷെ പാർട്ടിക്കകത്ത് CPMനകത്ത് തന്നെ വലിയ തർക്കം ഉണ്ടായതുകൊണ്ട് 12 സീറ്റുകൾ ഒതുക്കി. ആ 12 സീറ്റുകളിൽ ഇപ്പോൾ CPM 3 സീറ്റിന് നോട്ടമിട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, ജോസ് കെ മാണി വിഭാഗം ഒരു LDFിൽ അതൃപ്തനായിട്ട് നിൽക്കുകയാണ്. ഈ അതൃപ്തനായിട്ട് നിൽക്കുന്ന അവസരത്തിൽ തന്നെ ഈ 12 സീറ്റിൽ 3 എണ്ണം എടുക്കുക എങ്കിൽ പിന്നെ 9ൽ ചുരുക്കും. പൊതുവെ അദ്ദേഹം ജോസ് കെ മാണി ബാർഗെയിനിങ് നടത്തുന്നതിൽ സമർത്ഥനാണ്. ആ ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്നാണ് 3 സീറ്റ് കൊണ്ടുപോകുന്നത്. ഏതൊക്കെ? പിറവം, പെരുമ്പാവൂർ, ചാലക്കുടി. ഈ പെരുമ്പാവൂരിലെ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയാണ്.
അദ്ദേഹത്തെയൊക്കെ പിന്നെ നിഷ്കരുണം തോൽപ്പിക്കാൻ കഴിയും എന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. ഈ മണ്ഡലങ്ങളിലൊക്കെ, ഈ 3 മണ്ഡലങ്ങളിലും CPMന് അല്പം സ്വാധീനമുണ്ട് എന്നുള്ള കണക്ക് കൂട്ടലിൻ്റെ ഒരു ബലത്തിലാണ് ഈ 3 മണ്ഡലങ്ങളും ഏറ്റെടുക്കുക. അപ്പം ഇതിന് പകരമൊന്നും വേറെ കൊടുക്കുന്നില്ല. ഘടകകക്ഷികളെ ക്രമേണ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളാണ്. ഇനി നമുക്ക് ചെറു ഘടകകക്ഷികളെ നോക്കണം. അതിനെ മൊത്തത്തിൽ CPM അങ്ങ് വിഴുങ്ങും. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിൽ ആകെയുള്ളത് ആന്റണി രാജു മാത്രമാണ്. ആന്റണി രാജു തിരുവനന്തപുരത്തിൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു 21-ല് 2.5 കൊല്ലം മന്ത്രിയുമായി. അതുതന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അദ്ദേഹം കരുതുന്നുമുണ്ട്. ഇനിയൊട്ട് മത്സരിച്ചാലോട്ട് ജയിക്കുകയുമില്ല, മത്സരിപ്പിക്കാൻ CPM സമ്മതിക്കുകയുമില്ല. തിരുവനന്തപുരം മണ്ഡലം CPM ഏറ്റെടുക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ പോരാട്ടം നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല പ്രഗത്ഭരും എത്താൻ സാധ്യതയുണ്ട്. BJPയിൽ നിന്ന് കൃഷ്ണകുമാർ നോട്ടമിടുന്നുണ്ട്. കൃഷ്ണകുമാറിന് വട്ടിയൂർക്കാവാണ് കൊടുക്കുന്നത് എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിലെ ശബരിനാഥ്, UDFിൽ നിന്ന് CMB ഘടകകക്ഷിയായ CMBയിലെ CP ജോൺ ശക്തമായി ആ മണ്ഡലത്തിന് വേണ്ടി നിൽക്കുകയാണ്. കാരണം മുമ്പൊരിക്കൽ MVR ജയിച്ചിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ നിന്ന്. അതുകൊണ്ട് പിന്നെ CP ജോണിന് വിജയിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെ നിൽക്കുകയാണ്. മണ്ഡലത്തിൽ പ്രവർത്തനം വരെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആന്റണി രാജുവിൻ്റെ കയ്യിൽ നിന്ന് CPM ആ മണ്ഡലം അങ്ങെടുക്കും. അപ്പോൾ 4 മണ്ഡലമായി ഇതുവരെ. ഒന്ന് CPIയുടെ കയ്യിൽ നിന്ന്, 3 ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന്, മറ്റൊന്ന് ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന്. ഇനി അടുത്ത വരുന്നത് 2 മണ്ഡലങ്ങൾ NCPയുടെ 2 മണ്ഡലങ്ങൾ എടുക്കും. NCPയുടെ 2 MLAമാരുള്ളത് എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശശീന്ദ്രൻ, നമ്മുടെ വനം വന്യജീവി വകുപ്പ് മന്ത്രിയെ, പിന്നൊന്ന് തോമസ് കെ തോമസ് കുട്ടനാട്ടിൽ നിന്നുള്ള. ഈ ശശീന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങളാൽ മാറി നിൽക്കും, പ്രായാധിക്യത്തിൽ. അതുകൊണ്ട് അതങ്ങ് CPM എടുക്കും. CPM പറയുന്നത് പോലെ തന്നെ NCP നിൽക്കും. തോമസ് കെ തോമസിൽ നിന്നും ഇതങ്ങ് വാങ്ങുകയും ചെയ്യും ഈ മണ്ഡലവും. അങ്ങനെ ആ 2 മണ്ഡലങ്ങളും കൂടി ആകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കോൺഗ്രസ് എസ്. അത് പിന്നെ CPM പറയുന്നത് പോലെ തന്നെ എങ്ങനെ വേണമെന്ന് വെച്ചാൽ കടന്നപ്പള്ളി അതുപോലെ ചെയ്യും. കാരണം കടന്നപ്പള്ളി ഇനിയിപ്പോൾ മത്സരിക്കാൻ വരില്ല, ഉറപ്പാണ്. കടന്നപ്പള്ളിക്ക് ഒരുപാട് അവസരങ്ങളും CPM കൊടുത്തിട്ടുണ്ട്. EK നായനാരെ വരെ തോപ്പിച്ചിട്ടുള്ള വലിയ കക്ഷിയാണ്, ഓർക്കണം. അപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കണ്ണൂരിൽ നിയമസഭാ സീറ്റ് അതും അങ്ങെടുക്കും. പിന്നീടുള്ളത് കുന്നത്തൂർ RSP റവല്യൂഷണറി പാർട്ടിയുടെ അവിടെ കോവൂർ കുഞ്ഞുമോനാണ്. കോവൂർ കുഞ്ഞുമോന് ഈ CPMയിൽ നിന്ന് ഘടകകക്ഷി ആക്കിയിട്ടില്ല. CPMനോട് അല്പം അകൽച്ചയിൽ ഇങ്ങനെ നിൽക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ആ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിലൊന്നും അല്ല കഴിഞ്ഞ തവണ വിജയിച്ചത്. അപ്പോൾ കോവൂർ കുഞ്ഞുമോൻ ധാരാളം തവണയായിട്ട് അവിടെ ജയിച്ചു വരികയുമാണ്, അതങ്ങെടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 9 മണ്ഡലങ്ങളാണ് CPM ഘടകകക്ഷികളിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. ഈ ഘടകകക്ഷികളെ മുഴുവൻ വിഴുങ്ങുകയും ചെയ്യും.